നമ്മൾ റാൻഡമായി 5 പേരെ സെലക്ട് ചെയ്താൽ അതിൽ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ബ്ലഡ് പ്രഷറിന് സേഫ്ലി കഴിക്കാൻ പറ്റുന്ന വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. ഹൈ ബ്ലഡ് പ്രഷറുള്ള കുറേ പേര് ഇത്തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. അതേസമയം ചില തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും ബ്ലഡ് പ്രഷർ കൺട്രോളാക്കി നിർത്താൻ ഹെൽപ്ഫുള്ളുമാണ്. അപ്പോൾ നിങ്ങൾക്കും ബ്ലഡ് പ്രഷർ എപ്പോഴെങ്കിലും കൂടുതലായി കണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്തുന്ന മരുന്ന് കഴിക്കാതെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്തണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ബാക്ക് ടു ഡോക്ടർ നമ്മൾ തുടങ്ങി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ബ്ലഡ് പ്രഷർ എന്താണെന്നും നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്നും എപ്പോഴാണ് ബ്ലഡ് പ്രഷറിനെ ഹൈ എന്ന് വിളിക്കുന്നത്, ഇതെല്ലാം ഞാൻ മറ്റു വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് പ്രഷറിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയൊക്കെ കാണാം. ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്താനുള്ള സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും വൈറ്റമിൻസും കഴിക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു വൈറ്റമിനും സപ്ലിമെൻറ്റ്സിനും ബ്ലഡ് പ്രഷർ ഒറ്റയ്ക്ക് കുറയ്ക്കാനുള്ള കഴിവൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, ഇത്തരത്തിലുള്ള ജീവിതശൈലി മാറ്റങ്ങളാണ് നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. സപ്ലിമെൻറ്റ്സ് മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൈ ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിലേക്ക് എത്തുമെന്ന് വിചാരിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും നിങ്ങൾ ഓൾറെഡി കഴിക്കുന്ന മരുന്നുമായി ചിലപ്പം ഇൻട്രാക്ഷൻസ് ഉണ്ടാവാം. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഇഫക്റ്റ് ചിലപ്പോൾ കൂട്ടാം, അതായത് കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് അനുഭവപ്പെടാം, ഇല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ചിലപ്പോൾ കൃത്യമായി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും കഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി നിർബന്ധമായും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രം ഇത്തരത്തിലുള്ള വൈറ്റമിൻസോ സപ്ലിമെൻറ്റ്സോ കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. 50-ൽ കൂടുതൽ വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റെലവൻ്റ് ആയിട്ടുള്ള 5 എണ്ണത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. കാൽഷ്യം പോലെ മറ്റൊരു മിനറലാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ എല്ലുകളിലുണ്ട്, പല്ലിലുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം അധികം ആൾക്കാരും കഴിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുക. ഈ ഒരു സാഹചര്യത്തിൽ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 24 വീക്സ്, അതായത് 6 മാസം വരെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും കുറയ്ക്കാൻ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സിന് കഴിയുമെന്ന് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഓരോ ദിവസം കഴിച്ച മെഗ്നീഷ്യത്തിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 500 മില്ലിഗ്രാമിൻ്റെയും 1000 മില്ലിഗ്രാമിൻ്റെയും ഇടയിലായിരുന്നു. നിങ്ങൾ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ലോവസ്റ്റ് ഡോസിൽ സ്റ്റാർട്ട് ചെയ്യുക 300 മില്ലിഗ്രാം, പിന്നീട് മെല്ലെ മെല്ലെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കരുത്. പല രീതിയിലാണ് മെഗ്നീഷ്യം നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കുന്നത്. ഒന്ന്, രക്തക്കുഴലിനെ വികസിപ്പിച്ചിട്ടാണ്. രണ്ടാമത്തേത്, രക്തക്കുഴലിലുള്ള കാൽഷ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവും നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂട്ടിയിട്ടും മെഗ്നീഷ്യം വർക്ക് ചെയ്യുന്നു എന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. നിങ്ങൾ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സും പിൽസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മെഗ്നീഷ്യത്തിനെ കുറിച്ച് മാത്രം ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇഫക്റ്റീവ് ആയിട്ടുള്ള രണ്ടാമത്തെ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് എക്സ്ട്രാക്റ്റ് ആണ്. ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആവാം, എല്ലാതെയും കഴിക്കാം. ബീട്രൂട്ടിന് പൗഡർ അവൈലബിൾ ആണ്. ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഇനോർഗാനിക് നൈട്രേറ്റ്സാണ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവുള്ളത്. ഒരു സ്റ്റഡിയിൽ 8 ആഴ്ച എല്ലാ ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കഴിച്ചവർക്ക് അവരുടെ സിസ്റ്റോളിക് BP കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. വിറ്റാമിൻ സി വളരെ പോപ്പുലർ ആയിട്ടൊരു സപ്ലിമെൻ്റ് ആണ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് പല സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്റ്റഡിയിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരെ 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഈ 2 ഗ്രൂപ്പിലുള്ളവരും ആംലോഡിപ്പിൻ എന്ന് പറഞ്ഞ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മാക്സിമം ഡോസാണ് ഈ 2 ഗ്രൂപ്പിലുള്ളവരും കഴിച്ചുകൊണ്ടിരുന്നത്. റിസർച്ചേഴ്സ് പിന്നീട് ചെയ്തത്, ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് 600 മില്ലിഗ്രാം വൈറ്റമിൻ സി എല്ലാ ദിവസവും സപ്ലിമെൻ്റ് രൂപത്തിൽ കൊടുത്തു. മറ്റേ ഗ്രൂപ്പിലുള്ളവർക്ക് വൈറ്റമിൻ സി കൊടുത്തിട്ടില്ല. ഈ സ്റ്റഡീൻ്റെ അവസാനം അവർ കണ്ടെത്തിയത് വൈറ്റമിൻ സി ആംലോഡിപ്പിൻ്റെ കൂടെ കഴിക്കുന്നവർക്ക് ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു സപ്ലിമെൻ്റാണ് ഹിബിസ്കസിൻ്റെ എക്സ്ട്രാക്ട്സ് എന്ന് പറയുന്നത്. ഹിബിസ്കസ് ഒരു ചെടിയാണ്. ഇതിൽ ഹിബിസ്കസ് സബ്ഡാരിഫ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ എക്സ്ട്രാക്ട്സ് ആണ് കൂടുതലും
ബെനിഫിഷ്യലായി കണ്ടിട്ടുള്ളത്. ഇതിനൊരു ഡയൂററ്റിക് ഇഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡയൂററ്റിക്സ് വർക്ക് ചെയ്യുന്നത് ശരീരത്തിലുള്ള വെള്ളത്തിന് ഫ്ലൂയിഡിനെയാണ് പുറത്തേക്ക് കളയുന്നത്. ഹിബിസ്കസ് അടങ്ങിയിട്ടുള്ള ചായ കുടിക്കുന്നവർക്ക് അവരുടെ ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇത് മെയിൻലി വർക്ക് ചെയ്യുന്നത് മൈൽഡ് മുതൽ മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കാണ്. 5ാമത്തെ സപ്ലിമെൻറ്റ് പൊട്ടാഷ്യമാണ്. ബ്ലഡ് പ്രഷർ കൂടുതലുള്ള അധികം ആൾക്കാർക്കും ശരീരത്തിലുള്ള പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. പൊട്ടാഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. പൊട്ടാഷ്യം സോഡിയം വർക്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് രീതിയിലാണ്. സോഡിയത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്. നേരെ മറിച്ച് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് നേന്ത്രപ്പഴം, അല്ലെങ്കിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള സോൾട്ട്സ് അവൈലബിൾ ആണ്. പൊട്ടാഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ ഇന്ദുപ്പ് ഭക്ഷണം പാകം ചെയ്യാൻ വരെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ, ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലാണ്, CKD നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പൊട്ടാഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ നെഫ്രോളജിസ്റ്റുമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ മറ്റ് പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൽ ചിലത് വൈറ്റമിൻ D ആണ്. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഒലിവ് ലീഫ് എക്സ്ട്രാക്ട്സ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ചില തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കും. ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം. അതിലൊന്ന് സെൻറ്റ് ജോൺസ് വാട്ടർ. സെൻറ്റ് ജോൺസ് വാട്ടറിന് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് ഡിപ്രഷൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലിമെൻറ്റ്സിൽ സെൻറ്റ് ജോൺസ് വാട്ടർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓൾറെഡി കഴിക്കുന്ന മെഡിസിൻസുമായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് സ്റ്റാറ്റിൻസ്, അതായത് കൊളസ്ട്രോളിൻ്റെ മരുന്ന്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ബ്ലഡ് പ്രഷറിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ്. അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാം. വാർഫാരിൻ എന്ന് പറയുന്നത് ബ്ലഡ് തിന്നറാണ്, ഒരു ആൻറ്റി കോയഗുലൻ്റ് ആണ്. ജിങ്കോ ബിലോബ ഇതേപോലത്തെ മറ്റൊരു സപ്ലിമെൻ്റാണ്. ഇതിനും നമ്മളുടെ രക്തക്കുഴലിൻ്റെ വാസ്കുലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ ആസ്പിരിൻ്റെ കൂടെയോ വാർഫാരിൻ്റെ കൂടെയോ ഇത് കഴിക്കുകയാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിൻ്റെ പേരാണ് ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് എനലാപ്രിൽ, കാപ്റ്റോപ്രിൽ, റാമിപ്രിൽ. ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നവർ ലിക്കോറൈസ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം രണ്ടും തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകും. ഇനി ചില തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബ്ലഡ് പ്രഷർ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ചില ഉദാഹരണമാണ് ആർണിക്ക, ജിൻസങ്. നേരത്തെ പറഞ്ഞ സെൻറ്റ് ജോൺസ് വാട്ടർ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. യോഹിംബിൻ, എഫിഡ്ര, ബിറ്റർ ഓറഞ്ച് എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് മുമ്പേ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇത് മാത്രമല്ല വഴികളുള്ളത്. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 5 മുതൽ 10 മില്ലിമീറ്റർ മെർക്കുറി കുറയ്ക്കാൻ സാധിക്കും. കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാം. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഇത്തരത്തിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടോ ഇല്ലെന്നറിയാൻ നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിച്ച് നോക്കുക. ഇനി പുതുതായി നിങ്ങൾ എന്തെങ്കിലും വൈറ്റമിൻസോ സപ്ലിമെൻറ്റ്സോ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ ഡോക്ടേഴ്സുമായി നിർബന്ധമായിട്ടും ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോഫൂഡി ഉപയോഗിക്കാം. ഡോഫൂഡിൻ്റെ വെബ്സൈറ്റ് ലിങ്കും QR കോഡും ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഡോഫൂഡി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമാണ്. ലോകത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാം. നിങ്ങൾക്കും ഡോക്ടറിനും സൗകര്യമുള്ള സമയത്ത് കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ്. ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത്? നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.